ഹായ് ഓൾ. അപ്പോൾ നമ്മൾ വ്യാഴാഴ്ചത്തെ ട്രേഡ് നമ്മൾ പറഞ്ഞ ലെവലിൻ്റെ ഉള്ളിൽ തന്നെയാണല്ലോ നിന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്ത ലെവലിൻ്റെ അകത്ത് തന്നെയാണ് നിന്നത്. കാരണം നമ്മൾ പറഞ്ഞ ലെവൽ എത്രയാണ്? 24,600 മുതൽ 24,670 വരെ റേഞ്ച് ഉണ്ട് പറഞ്ഞു അല്ലേ. അതൊരു ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും നമ്മൾ പറഞ്ഞു. 24,600 സപ്പോർട്ട് പറഞ്ഞു, 24,700 റെസിസ്റ്റൻസും പറഞ്ഞു. പിന്നെ അതിന് മുകളിലേക്കും പറഞ്ഞു 24,740, 24,800 പറഞ്ഞു. പിന്നെ താഴത്തേക്കാണെങ്കിൽ 24,540 പറഞ്ഞു അല്ലേ. പക്ഷേ നിഫ്റ്റി ഇവിടെ നിന്ന് കൃത്യമായിട്ട് 24,600 24,700 ഇടയിൽ 24,670 ഇടയിലാണ് നിഫ്റ്റി നിന്നത്. നമ്മൾ പറഞ്ഞ റേഞ്ചിനുള്ളിൽ തന്നെയാണ് നിന്നത്. നമ്മൾ ആ റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ട്രേഡ് എടുക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് നിന്നത് അല്ലേ. അപ്പോൾ ഒരു 10-10:30 സമയത്ത് ഞാൻ ചെറിയൊരു ഇൻഫർമേഷൻ നമ്മൾ ഗ്രൂപ്പിൽ കൊടുത്തത് എന്താ വെച്ചെങ്കിൽ, നമുക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നിഫ്റ്റി 24,670 ആ റേഞ്ച് എത്തുന്ന 660-70 എത്തുന്ന സമയത്ത് നമുക്ക് പി സൈഡിലേക്ക് ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞു. എല്ലാവരും കുറച്ച് ട്രേഡൊക്കെ എടുത്തിരുന്നു. അതൊന്നും താഴെ എത്തിയപ്പോൾ നമ്മൾ സി സൈഡിലേക്ക് ട്രേഡ് എടുത്തു. കാരണം അന്നത്തെ ദിവസം ഒരു കൺസോൾട്ടേഷൻ അതിനുള്ളിലായിരിക്കുന്ന ഏകദേശം തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഡാറ്റയൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ മനസ്സിലായത്. അന്ന് ആ ട്രേഡ് എടുത്തവർക്കൊക്കെ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അന്ന് എക്സ്പയറി ഡേയിൽ നല്ലൊരു പ്രോഫിറ്റ് എല്ലാവരും എടുത്തു. പക്ഷേ ചെറിയ ലോട്ട് എല്ലാവരും എടുത്തിട്ടില്ലെങ്കിലും നല്ലൊരു പ്രോഫിറ്റ് തന്നെ കിട്ടിയത്. അപ്പോൾ നമുക്കിങ്ങനെ ഇത്തരം ലെവലുകൾ വരക്കാനും പിന്നെ ഈ മാർക്കറ്റിലേക്ക് നമ്മൾ മണി മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെ ഡീറ്റെയിൽസ് ആയത് ഞാൻ ചെയ്യുന്ന എല്ലാ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു ക്ലാസ് നമ്മളൊരു ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സെഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഞായറാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുക. അതിലൊരു ഹായ് അയച്ചാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് അതിൽ അയച്ചു തരാം. ഓക്കെ. പിന്നെ നമുക്ക് തിങ്കളാഴ്ചത്തെ ലെവലുകൾക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ മുമ്പ് പറഞ്ഞ അതേ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതേ ലെവലുകൾ തന്നെ. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. 24,600 ഇപ്പോൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് തൊട്ടടുത്തുള്ളത്. പിന്നെ റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നത് 24,700 മുതൽ 24,660 മുതൽ 24,670 വരെയുള്ള റേഞ്ച്, ചെറിയ 10 പോയിന്റ് റേഞ്ച് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ 24,740, അതിൻ്റെ മുകളിൽ കാണുന്നത് 24,800. ഇതാണ് മുകളിലേക്ക് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ്. അതായത് ഒന്നുകൂടി പറയാം, 24,660 മുതൽ 670 വരെ ഒരു 10 പോയിന്റ് റേഞ്ച്. പിന്നെ 24,740, 24,800. താഴത്തേക്ക് വരുമ്പോൾ 24,600 ഒരു സപ്പോർട്ടുണ്ട്. പിന്നെ 24,550 മുതൽ 540 വരെ ഒരു സപ്പോർട്ടുണ്ട്. പിന്നെ 24,400 ഉണ്ട് ഒരു സപ്പോർട്ട്. പിന്നെ 24,330. അത്രയാണ് സപ്പോർട്ടുകൾ പ്രധാനമായിട്ട് കാണുന്നത്. ഈ ലെവലുകൾ നോക്കിയിട്ടായിരിക്കും തിങ്കളാഴ്ചത്തെ നമ്മളധികം ട്രേഡുകളെല്ലാം എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും നാളെയും കൂടി ഉള്ളൂ. അപ്പോൾ നാളെയും കൂടി എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ, മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു ന്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. മാത്രമല്ല തിങ്കളാഴ്ചത്തെ ഓപ്പണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 ദിവസത്തെ അവധി കഴിഞ്ഞിട്ട് വരുന്ന മാർക്കറ്റാണ്. പക്ഷേ ഒരു ഓപ്പണിംഗ് എവിടെയാണെന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അതിന് ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് ഒന്ന് നമ്മൾ ഗ്രൂപ്പിലൊന്ന് കയറിക്കോളൂ. അതിലെന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ, എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഞാൻ അതിൽ ആഡ് ചെയ്യാം. ഓക്കെ. നമ്മളെ ഇത് ക്ലാസ് തുറക്കുന്നത് നാളെയാണ്. അപ്പോൾ ആർക്കും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടോ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ അയച്ചു തരും. ഓക്കെ. പിന്നെ നമ്മൾ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ജോയിൻ ചെയ്തോളൂ കേട്ടോ.